അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി അൾത്താര മുന്നിൽ കൈകുപ്പി നിന്ന് ആദ്യ കുർബാന തന്നോർമ്മകളും പച്ചകടാതെ മനസ്സിൽ നിറയുമ്പോൾ തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. സ്നേഹമുള്ളവരെ, വളരെ സന്തോഷത്തോടെ നിങ്ങളെല്ലാവരെയും മദർ ഹോം ധ്യാന കേന്ദ്രം അവതരിപ്പിക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ സ്നേഹവും നമ്മളെ പിന്തുടരുന്ന ഈ ദിനങ്ങളിൽ ദൈവം നൽകുന്ന എല്ലാ നന്മകൾക്കും മദർ ഹോം നന്ദിയോടെ കർത്താവിനെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ മാസം 8-ാം തീയതി പരിശുദ്ധ മറിയത്തിൻ്റെ ജനന തിരുനാൾ ആഘോഷിച്ചു. പ്രത്യേകമായി മദർ ഹോം ആരംഭിച്ചത് സെപ്റ്റംബർ മാസം 8-ാം തീയതി ആയതുകൊണ്ട് ആ ദിവസം ദൈവകരുണയുടെയും ദൈവപരിപാലനയുടെയും ഓർമ്മകൾ കൊണ്ട് ഞങ്ങൾ നിറയുകയായിരുന്നു. അതുകൊണ്ട് ദൈവത്തോട് നന്ദിയും സ്നേഹവും പങ്കുവെച്ച് ആയിരങ്ങൾ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിലെല്ലാം എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ഒരു തിരുവചനത്തെ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 18-ാം സങ്കീർത്തനത്തിൻ്റെ 35-ാമത്തെ വചനം. 18-ാം സങ്കീർത്തനത്തിൻ്റെ ആരംഭ വചനം തന്നെ വിജയത്തിൽ കൃതജ്ഞതാ സ്തോത്രം എന്നാണ്. അതായത് പരാജയപ്പെടാൻ സാധ്യതയുള്ളവന് കർത്താവ് നൽകുന്ന വിജയത്തെ ഓർത്ത് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സങ്കീർത്തനമാണ് അത്. 18-ാം സങ്കീർത്തനം 35-ാം വചനം. അങ്ങെനിക്ക് രക്ഷയുടെ പരിച നൽകി, അവിടുത്തെ വലതു കൈ എന്നെ താങ്ങി നിർത്തി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി, എൻ്റെ പാത അങ്ങ് വിശാലമാക്കി, എൻ്റെ കാലുകൾ വഴുതിയില്ല. ഹല്ലേലൂയ. ഞാൻ ഓർക്കും എത്ര ഭാവനാസമ്പന്നമായ വചനമാണെന്ന്. ഒന്നാമത്തെ വചനം എന്താ? അവിടുന്ന് എനിക്ക് രക്ഷയുടെ പരിച നൽകി. പരിച എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കേട്ടിട്ടുണ്ട് വാളും പരിചയം എന്നൊക്കെ. വാളുകൊണ്ട് വെട്ടുമ്പോൾ വെട്ടുകൊള്ളാതിരിക്കാൻ വേണ്ടി പിടിക്കുന്ന ഉപകരണമാണ് പരിച. അപ്പോൾ എത്ര ശക്തനായ ശത്രുവാണെങ്കിലും ആ വാളുകൊണ്ട് വെട്ടുമ്പോൾ ഈ പരിച മുമ്പിൽ പിടിച്ചാൽ ഈ പരിചയക്കെട്ടാണ് കൊള്ളുക. പരിചയം കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ദേഹത്ത് കൊള്ളുകയില്ല. അപ്പോൾ ഞാനിങ്ങനെ ഓർക്കും, എനിക്ക് പരിചയമായി നിന്ന കർത്താവെന്നും, കർത്താവ് മുമ്പിൽ കയറി നിന്നു, എനിക്ക് ഷീൽഡായിട്ട് നിന്നു. മറ്റുള്ളവർ എന്നെ പീഡിപ്പിക്കാനും നശിപ്പിക്കാനും ഉപദ്രവിക്കാനും നിൽക്കുമ്പോൾ അങ്ങ് മുമ്പിൽ കയറി
എനിക്ക് പരിചയമായി നിന്നു എന്ന് പറഞ്ഞാൽ രക്ഷയുടെ പരിചയം നൽകിയെന്ന് പറഞ്ഞാൽ ഏതൊരു പടയാളിയെക്കുറിച്ചും ഏറ്റവും പ്രിയപ്പെട്ട വാക്കായി അത് മാറും. യുദ്ധക്കളത്തിൽ യുദ്ധം മുറുകി വരുമ്പോൾ ഒരാൾ കയറി നിന്ന് മുമ്പിൽ കയറി സംരക്ഷിക്കാനൊക്കെ ആവുന്നു എന്നൊക്കെ പറയുന്നത് എന്തൊരു വലിയ ആത്മധൈര്യമാണ് നമുക്ക് നൽകുക. പ്രിയപ്പെട്ടവരെ, കർത്താവ് എനിക്ക് പരിചയമായി നിന്നു. ദൈവത്തിന് സ്തുതി പറയാം. ഈ ജീവിതകാലം മുഴുവനും നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളൊക്കെ ഓർത്തോണം. എത്രയോ പ്രാവശ്യം നമുക്ക് അനർത്ഥങ്ങളും തിരിച്ചടികളും ആക്രമണങ്ങളും ഉണ്ടാകാവുന്ന നിമിഷങ്ങളിലൊക്കെ കർത്താവ് അതൊന്നും നമ്മുടെ മേത്ത് കൊള്ളാതെ, നമ്മുടെ ശരീരത്തെ ആക്രമിക്കാതെ, നമ്മുടെ കൺപോളകളെ പോലും ആക്രമിക്കാതെ എല്ലാ അസ്ത്രങ്ങളും കടന്നു പോകാൻ വേണ്ടി കർത്താവ് ഇങ്ങനെ പരിചയമായി നിന്നതിൻ്റെ വലിയ ഓർമ്മ നമ്മളെന്നും സൂക്ഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പറയുമ്പോഴൊക്കെ ഞാൻ കുഞ്ഞുനാളിൽ ഓർക്കും. ചിലപ്പോഴൊക്കെ കുരുത്തക്കേടുകളും കുസൃതരങ്ങളും കാണിക്കുമ്പോൾ എല്ലാ വീട്ടിലെന്നതുപോലെ എൻ്റെ ജാത്തിനും എന്നെ തല്ലാൻ പിടിച്ചിട്ടുണ്ട്. ചിലപ്പോൾ പിടിച്ച് രണ്ട് കൈ കൂട്ടി നിർത്തി വടിയുണ്ടൊക്കെ അടിക്കുമ്പോൾ ഒരടിയൊക്കെ ചിലപ്പോൾ കൊണ്ടു കഴിയുമ്പോൾ രണ്ടാമത്തെ അടിയാകുമ്പോൾ അമ്മ പറയും മതി കൊച്ചെ തല്ലിയത്. ചിലപ്പോൾ ആ തല്ലും കൊണ്ടും കഴിയുമ്പോഴത്തേക്കും വലിയവായിൽ നമ്മൾ കരയുമ്പോൾ തല്ല് കിട്ടാനുള്ള യോഗമാണ് നമ്മളത് വെച്ച് നിൽക്കുമ്പോഴായിരിക്കും അമ്മ കയറി വന്ന് മുമ്പിൽ പോന്നിട്ട് ഇനി കൊച്ചെ തല്ലണ്ട എന്ന് പറയുന്നു. അമ്മ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രം വടിയൊക്കെ എറിഞ്ഞിട്ട് അങ്ങ് പോയ രംഗമൊക്കെ എൻ്റെ മുമ്പിലുണ്ട്. ആ അമ്മയുടെ സാന്നിധ്യമാണ്, അമ്മയുടെ ഇടപെടലാണ് അന്ന് തല്ലിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ഇതുപോലെ തന്നെ ജീവിതത്തിൽ ഓർത്തു വെക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം മുമ്പിൽ നിൽക്കുമ്പോൾ മറ്റുള്ളവരുടെ ആക്രമണങ്ങളിൽ നിന്ന് നമ്മൾ അറിയാണ്ട് രക്ഷപ്പെടുകയാണ്. ജീവിത വഴികളിലൊക്കെ കർത്താവ് നടത്തിയ ഇതുപോലെ എത്രയെത്ര അനുഭവങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പങ്കുവയ്ക്കാൻ സാധിക്കും. ചിലപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന സുഹൃത്തുക്കൾ പറഞ്ഞു, അച്ഛാ ഞാനൊരു ബസ് യാത്ര ചെയ്യാൻ തുടങ്ങുമായിരുന്നു. ബസ്സിൽ കയറാൻ തുടങ്ങിയപ്പോൾ തുവാലി എന്തോ മറന്നുപോയി കടയിൽ എന്നൊരു തോന്നൽ. ഞാൻ പെട്ടെന്ന് കടയിലേക്ക് പോയി, സാധനം മേടിച്ച കടയിലേക്കും ചെന്നപ്പോഴൊന്നും മറന്നിട്ടില്ല. ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും ആ ബസ് വിട്ടുപോയി. ബസ് പോയല്ലോ എന്ന് വെച്ച് വിഷമിച്ചു. എന്നാലും വൈകാതെ തന്നെ അടുത്ത ബസ് വന്നു. ആ ബസ്സിൽ കയറി. അയാളോട് പറഞ്ഞു വെച്ചു, അച്ഛാ ഞാൻ കയറാൻ വേണ്ടി നിന്ന് ആദ്യത്തെ ബസ് പോയപ്പോൾ ആ ബസ് അപകടത്തിൽപ്പെട്ടു. ഞാൻ അതിൽ കയറിയിരുന്നെങ്കിൽ അവിടെ അപകടത്തിൽപ്പെടുന്ന വ്യക്തിയായി ഞാൻ മാറിയേനെ. കർത്താവ് എന്നെ ആ ബസ്സിൽ നിന്ന് ഇറക്കി. അച്ഛാ എന്തോ മറന്നുപോയി, കണ്ണാടി മറന്നുപോയി, തുവാല മറന്നുപോയി തോന്നി ഇറങ്ങി, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ചിലപ്പോഴൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി എത്രയോ കുറുക്ക് വഴികളാണ്, എത്രയോ പരിചയങ്ങളാണ് കർത്താവ് മുമ്പിൽ സ്ഥാപിച്ചു വച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ബോധ്യം ഉള്ളപ്പോൾ ദൈവത്തോട് എത്രമാത്രം നന്ദി പറയണം, ദൈവത്തെ എത്രമാത്രം മഹത്വപ്പെടുത്തണം. രണ്ടാമത്തെ വചനം എന്താണ്? അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി, അവിടുത്തെ വലതു കൈ എന്നെ താങ്ങി നിർത്തി. ഞാനൊരിക്കലും ഒരു ധ്യാനത്തിന് യാത്ര ചെയ്യുമ്പോൾ ഒരു നഗരത്തിൽ എനിക്ക് പരിചയമുള്ള വീട്ടുകാർ ധ്യാനം കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ തിരിച്ചു പോയതുമ്പോൾ എന്നെയും കൊണ്ട് ഷോപ്പിംഗ് മാൾ കാണിക്കാൻ കൊണ്ടുപോയി. അച്ഛാ ഷോപ്പിങ്ങിന് പോകാച്ചാന്ന് പറഞ്ഞു. അവർ എനിക്കെന്തോ സമ്മാനം വാങ്ങിച്ചു തരാൻ വേണ്ടി എന്നെയും കൊണ്ട് പോയത്. വലിയൊരു ഷോപ്പിംഗ് മാളിലെത്തിയപ്പോൾ ചോദിച്ചു, അച്ഛാ എന്നാ അച്ഛാ വേണ്ടത്, ഞങ്ങൾ വാങ്ങിച്ചു തരാം അച്ഛാ. ചിലപ്പോൾ ഡ്രസ്സായിരിക്കാം, നമ്മുടെ ഡ്രസ്സ് നമ്മൾ വാച്ചായിരിക്കാം, അല്ല അച്ഛാ മൊബൈൽ ഫോണും. ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട. അവരിങ്ങനെ കുറേ സാധനങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഇതൊക്കെ ഉണ്ട്, അത്യാവശ്യമുണ്ട്, വെറുതെ മേടിച്ചു കൂട്ടുണ്ടല്ലോ. ലാപ്ടോപ്പ് ഞാൻ പറഞ്ഞു വേണ്ട. ഇങ്ങനെ എല്ലാ സാധനവും നിഷേധിച്ചു. അവസാനം അവർ സങ്കടത്തോട് പറഞ്ഞു, അച്ഛാ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കുക അച്ഛാ, ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി അച്ഛൻ തന്നുവിടാൻ വേണ്ടി. ഞാനിങ്ങനെ ഓർത്തു, ഞാനവിടെ നിൽക്കുമ്പോൾ ഞാൻ ചുറ്റിലും ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ നിൽക്കുന്നത് കളിപ്പാട്ടങ്ങളുടെ സെക്ഷനാണ്. എന്തെങ്കിലും അച്ഛാ വാങ്ങിക്കുക അച്ഛാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നൊരു കാര്യം, എനിക്ക് ഒരു പാക്കറ്റ് ബലൂൺ വാങ്ങിച്ചു തന്നേക്കാൻ പറഞ്ഞു. അവർ പറഞ്ഞ് ചിരിച്ച്, അയ്യോ അച്ഛാ അച്ഛൻ്റെ കുഞ്ഞുങ്ങൾ ഇതുവരെ മാറിയില്ല അച്ഛാ, ബലൂൺ, ഈ ബലൂണൊക്കെ. ഞാൻ പറഞ്ഞു എനിക്ക് ബലൂണെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ബലൂൺ ഒരു ഭയങ്കരമായ അട്രാക്റ്റീവ് വാല്യുണ്ട്, ആകർഷണീയതയുണ്ട്. നമുക്കറിയാം, നമ്മുടെയൊക്കെ മനസ്സ് ഓർത്ത് നോക്കി, ഒരു എന്ത് വലിയ സങ്കടം ഉണ്ടെങ്കിലും ഒരു 10 ബലൂൺ വീർപ്പിച്ച് കെട്ടിയിരിക്കുന്നുണ്ട്, നമുക്കറിയാണ്ട് സന്തോഷം തോന്നും. കുറച്ചൊരു ബലൂണൊക്കെ അവിടെ കെട്ടിയാൽ ഏത് പിള്ളേരാ ചിരിക്കാത്തത്? ഒരു ബർത്ത്ഡേക്കൊക്കെ ഒരു 4 ബലൂൺ ഇല്ലെങ്കിൽ എന്നാ രസമുള്ളേ? അല്ലെങ്കിൽ ഒരു പെരുന്നാൾ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ ഒരു ബലൂൺ പൊട്ടിക്കാൻ തോന്നാത്തവർ നമ്മൾ ആരാ ഉള്ളേ? കാരണം ബലൂൺ നമ്മൾക്ക് അറിയാണ്ട് തന്നെ മനസ്സ് ഉണർവ് തന്ന. ഇതുകൊണ്ട് തന്നെ എനിക്ക് ബലൂൺ ഇഷ്ടമാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ എനിക്ക് ബലൂൺ ഇഷ്ടപ്പെടാൻ വേറെ കാരണമുണ്ട്. ഞാനൊരിക്കലും ഇടവകയിലായിരിക്കുമ്പോൾ
ക്രിസ്മസിൻ്റെ ദിവസങ്ങളിൽ പിള്ളേർ പറഞ്ഞു പുൽക്കൂട്ടിൽ അച്ചാ കെട്ടാൻ ബലൂൺ വേണമെന്ന്. ഞാൻ പറഞ്ഞു ബലൂൺ മേടിക്കടാ. ഞാൻ പോയി ബലൂൺ വാങ്ങിച്ചിട്ട് വന്നു. ഒരു പാക്കറ്റ് ബലൂൺ, ഒരു 10-50 ബലൂൺ കൊണ്ടുവന്നപ്പോൾ ഈ ബലൂൺ എല്ലാം ഈ കൈവിരലിന് നീളേ ഉള്ളൂ. പക്ഷേ ഇതിലൊക്കെ വെള്ള പൊട്ടുകളുണ്ട്. ഞാൻ പറഞ്ഞു ആ വീർപ്പിക്കടാം. വീർപ്പിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ കൈവിരൽ നീളമുള്ള ബലൂൺ വീർപ്പിച്ചപ്പോൾ വലിയ ബലൂണായി മാറുക, വലിയ വലിപ്പമുള്ള ബലൂണായി മാറുക. ഇത് ഊതി വീർപ്പിച്ചപ്പോഴാണ് വലുതായത്. അപ്പോൾ ഈ വെള്ള പൊട്ടുകളൊക്കെ എന്തായി മാറി? അത് അക്ഷരങ്ങളായി മാറാൻ തുടങ്ങി. അത് എച്ച്, എ, പി, പിന്നെ ഒരു പിന്നെ വൈ. അപ്പോൾ ഹാപ്പി. പിന്നെ ക്രിസ്മസ്. അപ്പം ഞാൻ അല്പം സന്തോഷത്തിൽ നോക്കിയെന്നും ഈ വെറും കൈവിരൽ നീളമുള്ള ബലൂൺ, വെറും പൊട്ടുകൾ മാത്രമായിരുന്ന ബലൂൺ ഊതി വീർപ്പിച്ചപ്പോൾ എത്രയോ വലിയ ബലൂണായി മാറി. ആ പൊട്ടുകളൊക്കെ അക്ഷരങ്ങളായി മാറി. അത് വെറുതെ നിറം മാത്രമായിരുന്നത് ഇപ്പോൾ ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുന്ന വലിയ അലങ്കാരമായി മാറി. ഞാൻ ഇങ്ങനെ ഓർക്കും, തമ്പുരാൻ ഊതി വീർപ്പിച്ച ബലൂണല്ലേ നമ്മളൊക്കെ? തമ്പുരാൻ്റെ ചുണ്ടത്ത് വെച്ച് ഊതി വീർപ്പിച്ച ബലൂണല്ലേ നമ്മളൊക്കെ? അതാണ് വചനം. അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. വാത്സല്യമാ ഊതുന്നത്. കൈയൊക്കെ പൊള്ളുമ്പോൾ അമ്മ ഒരു കയ്യിൽ ഊതിയല്ലേ? വാത്സല്യം കൊണ്ടല്ലേ ഊതുന്നത്. അപ്പോൾ വാത്സല്യം എന്നെ വലിയവനാക്കി. ഈ അക്ഷരങ്ങളൊക്കെ വലിപ്പത്തിലെത്തുന്നത് അവിടുന്ന് ഊതിയതുകൊണ്ടാണ്. പ്രിയപ്പെട്ട നിങ്ങളും ഞാനും ഒക്കെ ഇന്ന് വലുതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നമുക്കൊക്കെ സ്ഥാനമാനങ്ങളുണ്ടെങ്കിൽ, നമുക്കൊക്കെ പേരും പെരുമയുണ്ടെങ്കിൽ, നമ്മുടെ പേരിനൊക്കെ ഒരുപാട് അക്ഷരങ്ങളുണ്ടെങ്കിൽ, ഇതൊക്കെ ഒറ്റ കാരണം കൊണ്ടാണ്. അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. തീർന്നില്ല. ഈ ബലൂൺ ഇങ്ങനെ ഊതി വീർപ്പിച്ച് നിൽക്കുമ്പോൾ അതിൻ്റെ തുമ്പത്ത് കൈ കൊണ്ടിങ്ങനെ അമർത്തി പിടിച്ചാലേ കാറ്റ് പോകാതിരിക്കുള്ളൂ. കൈ ലൂസാക്കിയാൽ കാറ്റ് പോകും. കാറ്റ് പോയാൽ ചുങ്കിപ്പോരും. പിന്നെ ബലൂൺ പഴയ പോലെയായി. അപ്പോൾ ഈ ബലൂൺ വലുതായി നിൽക്കാനുള്ള കാരണം ഈ കൈ കൊണ്ട് ഞെക്കിപ്പിടിക്കുന്ന. അതാണ് അടുത്ത വചനം. അവിടുത്തെ വലത് കൈ എന്നെ താങ്ങി നിർത്തി. അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. അവിടുത്തെ വലത് കൈ എന്നെ താങ്ങി നിർത്തി. പ്രിയപ്പെട്ടവരെ, ഞാനെന്നും പ്രിയത്തോടെ ഓർക്കത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ അനുഭവിക്കുന്ന എല്ലാ വലിപ്പങ്ങളും ദൈവകാരുണ്യത്തിൻ്റെ ഊതിയത. ഇപ്പോൾ ഒരാൾക്ക് SS കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഡിഗ്രി പേരിൻ്റെ അപ്പുറത്ത് BA എന്ന് വെച്ചു, തൊട്ടപ്പുറത്ത് MA എന്ന് വെച്ചു. MA കഴിയുമ്പം അപ്പം അക്ഷരങ്ങൾ കൂടുകയാണ്. MPhil നിന്നായിരിക്കാം, PhD നിന്നായിരിക്കാം. ഇങ്ങനെ വലിപ്പം നീണ്ടു പോകുമ്പോൾ ഓർക്കണം, ആ വലിപ്പം എങ്ങനെയാണ്? ദൈവത്തിൻ്റെ കാരുണ്യത്താലാണ് കിട്ടുന്ന വലിപ്പം. അതാണ് വചനം. അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. അവിടുത്തെ സ്നേഹം എന്നെ വലിയവനാക്കി. ഞാനോർക്കും 15 വയസ്സ് ഞാൻ സെമിനാരിൽ ചേരുമ്പോൾ ഞാൻ വെറും മാത്യു ആയിരുന്നു. സെമിനാരിൽ ചേർന്നപ്പോൾ അവിടുന്ന് എന്നെ തിരഞ്ഞെടുത്തു എന്ന വാത്സല്യം കൊണ്ട് എന്തായി? എനിക്ക് 2 അക്ഷരം എക്സ്ട്രാ കിട്ടിയത് ബ്രദർ എന്ന് വാക്ക് കിട്ടി പുറകിൽ. എൻ്റെ ചേട്ടന് എന്നേക്കാളും ബുദ്ധിയും കഴിവുള്ള ചേട്ടന് അത് കിട്ടിയില്ല. ഞാൻ കുറച്ചും കൂടെ കഴിയുമ്പോഴേക്കും ഒരു തിയോളജി ആകുമ്പോഴത്തേക്കും അത് റവറൻഡ് ബ്രദർ എന്നാവും. കുറച്ച് കഴിയുമ്പോൾ റവറൻഡ് ഫാദർ എന്നാകും. ഇച്ചിരി കൂടെ സ്ഥാനം കൂടുമ്പോൾ ചിലപ്പോൾ വെരി റവറൻഡ് എന്നാകും. അതായത് വലിപ്പം കൂടുന്നത് എന്താണ്? ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടല്ലേ വലിപ്പമാകുന്നത്. അതാണ് വചനം. അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. ഒരു സാധാരണ പെങ്കൊച്ച്, മിനിയെന്നോ ജിനിയെന്നൊക്കെ പറഞ്ഞ പെങ്കൊച്ച് ഒരു സിസ്റ്റർ ആയി കഴിയുമ്പോൾ അവൾക്ക് റവറൻഡ് എന്നൊരു പേരും കൂടെ വരുന്നു. അവൾ വലുതാകുകയാണ്. അതായത് ദൈവം അവളോട് കാണിച്ച കാരുണ്യമാണ് ആ വലിപ്പം. ഒരു സിസ്റ്റർ, ഒരച്ഛൻ എന്നൊക്കെ പറയുന്നത് ദൈവകാരുണ്യത്തിൻ്റെ ബലൂണാണെന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ദൈവം വീർപ്പിച്ച് ഇങ്ങനെ കൊടിമരത്തിലൊക്കെ കെട്ടി നിർത്തിയ, തൂണുകളൊക്കെ കെട്ടി നിർത്തിയ ബലൂണാണ് എല്ലാ അച്ഛനും കന്യാസിനൊക്കെ എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴൊക്കെ. ദൈവത്തിൻ്റെ വാത്സല്യം തീർന്നില്ല. അവിടുന്ന് താങ്ങി നിർത്തുന്നു. എന്നും താങ്ങി നിർത്തുക. എത്രമാത്രം സംരക്ഷണവും എത്രമാത്രം സ്നേഹവും എത്രമാത്രം പരിപാലനയും കൊണ്ട് ദൈവം നടത്തിയ വഴികളെ ഓർത്താണ് പ്രിയപ്പെട്ടവർ ദൈവത്തിന് നന്ദി പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ആ വചനം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? 18-ാം സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ആകയാൽ കർത്താവേ, ജനതകളുടെ മധ്യേ ഞാൻ അങ്ങേ കൃതജ്ഞതാ സ്തോത്രം ആലപിക്കും. അങ്ങയുടെ നാമം ഞാൻ പാടി സ്തുതിക്കും. തൻ്റെ രാജാവിന് അവിടുന്ന് വൻ വിജയം നൽകുന്നു. തൻ്റെ അഭിഷക്തനോട് എന്നേക്കും കാരുണ്യം കാണിക്കുന്നു. അതായത് അവിടുന്ന് നൽകിയ വലിയ കാരുണ്യത്തിന് ജനതകളുടെ മധ്യേ ഞാൻ അവിടുത്തെ സ്തോത്രം പറയും. എൻ്റെ മുറിയിരുന്ന് ആരും കാണാതിരുന്ന് 2 ഹല്ലേലൂയ പറയല്ല, മറിച്ച് ദൈവജനത്തിൻ്റെ മുമ്പാകെ നിന്ന്, ആരങ്ങളുടെ മുമ്പാകെ നിന്ന് കർത്താവാണ് എനിക്ക് മഹത്വം നൽകിയത്,
കർത്താവാണ് എനിക്ക് വിജയം നൽകിയത് എന്ന് ഞാൻ ഏറ്റുപറയും. അതാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ധ്യാനത്തിലും കൺവെൻഷനിലെ സ്തുതിപ്പോഴൊക്കെ. പണ്ട് കാലത്ത് നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കും, കയ്യെക്കൊപ്പി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്നാണ് പറഞ്ഞുകൊണ്ട് നമ്മൾ. പക്ഷെ ഇന്ന് പരസ്യമായിട്ടൊക്കെ ഹല്ലേലൂയ സ്തുതി സ്തോത്രം പറയുമ്പോൾ ഈ വചനം പൂർത്തീകരിക്കപ്പെടുന്നത്, ജനതകളുടെ മധ്യത്തിൽ ഞാൻ അങ്ങേ സ്തുതിക്കും, അങ്ങേ നാമം ഞാൻ പാടി സ്തുതിക്കും. അതായത് ഇത്രയും കാലം ദൈവം വഴി നടത്തിയ നിമിഷങ്ങളോട് ദൈവത്തോട് നന്ദി പറയും. ഇത് ഞാൻ പറഞ്ഞു വന്ന പ്രിയപ്പെട്ടവരെ, മദർ ഹോം 12 വർഷങ്ങൾ പിന്നിടുമ്പോൾ വലിയ കാരുണ്യത്തോടെ സ്നേഹത്തോടെ ഞാൻ തമ്പുരാൻ മുമ്പായിരുന്നു, ദൈവമേ നീ നടത്തിയ അനുഗ്രഹമാണ് ഈ വഴികളെല്ലാം. ഇന്ന് ഞങ്ങളായിരിക്കുന്നതും ഞങ്ങൾക്കുള്ള വലിപ്പങ്ങളെല്ലാം നിൻ്റെ ദാനമാണ്. നീ ഊതി വീർപ്പിച്ച ബലൂണാണിതെല്ലാം. ഇന്ന് ഞങ്ങൾക്കുള്ള അക്ഷരങ്ങളും ജ്ഞാനങ്ങളും സർട്ടിഫിക്കറ്റുകളെല്ലാം നിൻ്റെ സമ്മാനമാണ്. ദൈവമേ നന്ദി. പ്രിയപ്പെട്ട ഈ ഒരു ആന്തരിക ബോധ്യം എന്നും ദൈവത്തെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും നമ്മളെ പ്രേരിപ്പിക്കും. ഈ ഒരു ബോധ്യം വരുമ്പോഴാണ് നമ്മൾ ഏറ്റവും താഴ്മയോടെ നിൽക്കുന്നത്. നമ്മൾ ഒന്നുമല്ലെങ്കിലും നമുക്കൊന്നുമില്ലെങ്കിലും ഇത്രയൊക്കെ തന്നല്ലോ എന്നൊരു ചിന്ത നമ്മളെ ദൈവത്തോട് നന്ദി പറയാൻ പ്രേരിപ്പിക്കുക മാത്രമല്ല, നമ്മുടെ നിസ്സാരതയെക്കുറിച്ച് നമ്മൾ ബോധ്യപ്പെടുത്തും. എത്ര പെട്ടെന്ന് പൊട്ടാവുന്നതാണത്. വീർപ്പിച്ച് വെച്ചാൽ ആരെങ്കിലും സൂചി കൊണ്ട് കുത്തിയാൽ ഒരു നാരങ്ങ പിഴിഞ്ഞു വെച്ചാൽ ബലൂൺ പൊട്ടും. ഈ പൊട്ടാതെയൊക്കെ ബലൂണെ കാത്തു സൂക്ഷിക്കുന്നത് അവിടുത്തെ വലതു കൈ എന്നെ താങ്ങി നിർത്തിയും അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കിയും. അതായത് നിങ്ങളുടെ പലരുടെ ജീവിതത്തെ ചിന്തിക്കാനാണ് പ്രിയപ്പെട്ട ഞാനിത് പറഞ്ഞു വെച്ചത്. നിങ്ങൾ ഓർക്കണം, ഈ വലിപ്പം ദൈവം തന്നതാണ്. നിങ്ങളൊരു കമ്പനി നടത്തുന്നു, പൊട്ടിപ്പൊളിഞ്ഞു പോയ കമ്പനികൾ എത്രയോ പേരുണ്ട്. ദൈവമാണ് നിൻ്റെ കമ്പനിയെ വിജയിപ്പിച്ചത്. നിനക്ക് വിദേശത്ത് ജോലിയുണ്ട്, എത്രയോ പേർക്കാ ജോലി കിട്ടാൻ വിഷമിക്കുന്നത്. ഈ നാട്ടിൽ തന്നെ വലിയ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ട് പോലും ഒരു ജോലിയും വരുമാനം നടക്കുന്ന എത്രയോ പേരുള്ളപ്പോഴാണ് മോനെ മോളെ സാധാരണയായിരുന്നു നിനക്ക് ഇത്രമാത്രം വിജയം കർത്താവ് തന്നിരിക്കുന്നത്. നിനക്ക് വിദേശത്ത് പഠിക്കാൻ ചാൻസ് കിട്ടി, വിദേശത്ത് ജോലി കിട്ടി, വിദേശത്ത് പോകാൻ സാധിച്ചു. ഇതൊന്നും നിസ്സാരമായി കണക്കാക്കരുത്. അത് തമ്പുരാൻ ഊതി വീർപ്പിച്ച ബലൂണായതുകൊണ്ടാണ്. അതുപോലെ തന്നെ എത്രയോ അപകടങ്ങളിൽ നിന്ന് കാസൂക്ഷിച്ചു. ഞാൻ ചിലപ്പോഴൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഓർക്കും, ഒരു പ്രാവശ്യം ഞാൻ ഇവിടുന്ന് കണ്ണൂരിൽ നിന്ന് എറണാകുളം വരെ കോട്ടയം വരെ പോയി വരുമ്പോൾ 300-400 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 700 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. ഇതിനിടയ്ക്ക് തട്ടലും മുട്ടലും പോറലും ഇല്ലാതെ തിരിച്ചു വരുമ്പോൾ ഞാൻ പറയും, ദൈവമേ നീ കാത്തു. എത്രയോ അപകടങ്ങൾ വഴിയിലൊക്കെ ഇടിച്ചും പൊട്ടിയും പൊളിഞ്ഞും കിടക്കുന്നത് ഞാൻ കാണുമ്പോഴാണ് ഒരു പോറൽ വേൽക്കാതെ തിരിച്ചു വരുമ്പോൾ ദൈവത്തോട് നന്ദിയല്ല ഞാൻ എന്തു പറയും. ദൈവമേ നീ എന്നെ വലത് കൈകൊണ്ട് താങ്ങി നിർത്തി. അതായത് പ്രിയപ്പെട്ടവരെ, മനസ്സിൽ നന്ദി പറയാനും ജീവിതകാലം മുഴുവൻ ദൈവത്തെ സ്തുതിക്കാനും നമ്മളെന്നും സമയം കണ്ടെത്തണം. ഓരോ സ്ഥാപനങ്ങളും വ്യക്തികളും ഒക്കെ ഓരോ ദിനവും കടന്നു പോകുമ്പോൾ ഈ നന്ദിയുടെ വികാരം സൂക്ഷിക്കണം. അതുകൊണ്ട് വാർഷികം എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ അത് വെറുതെ അലങ്കാരത്തിൻ്റെ ആർഭാടത്തിൻ്റെ ദിനങ്ങൾ മാത്രമല്ല, ദൈവം നൽകിയ നന്മകൾക്കൊക്കെ നന്ദി പറയാനുള്ള അവസരം കൂടിയാണ്. അതുകൊണ്ടാണ് ആണ്ടുവാട്ടത്തിൽ ഒരിക്കൽ ഇടവക സമൂഹം ഒന്നിച്ചേർന്ന് ദൈവത്തോട് നന്ദി പറയുന്ന പള്ളിപ്പെരുന്നാളുകൾ. അന്നത്തെ ഏറ്റവും മുഖ്യമായ ശുശ്രൂഷ എന്ന് പറയുന്നതാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന എന്ന വാക്കിൻ്റെ ആന്തരികമായ അർത്ഥം തന്നെ ദൈവത്തിന് നന്ദി പറിച്ചിരുന്ന യൂക്കലിസ്റ്റ്. ദൈവമേ നന്ദി എന്ന് പറയുന്ന, പ്രത്യേകിച്ച് ഗ്രാമീണ മനുഷ്യർ, കാർഷിക സംസ്കാരത്തിലുള്ളവർ ആണ്ടുവാട്ടത്തിൽ ഒരു ദിവസം ദൈവത്തിന് മുമ്പ് കാഴ്ചകൾ അർപ്പിച്ച് ദൈവം തന്ന എല്ലാത്തിനുമായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അതായിരുന്നു തിരുനാളുകൾ. ഇന്നത് മാറി വെറും ആർഭാടത്തിൻ്റെയും പൊങ്ങച്ചൻ്റെതായി പോകുമ്പോഴാണ് ഈ പെരുന്നാളുകളൊക്കെ പലരും വിമർശിക്കാൻ തുടങ്ങിയത്. മറിച്ച് നമുക്ക് ഈ തിരുനാളുകളും വേണം, പെരുന്നാളുകളും വേണം. എന്തിനാ? ദൈവത്തിന് മുമ്പാകെ ഒന്നിച്ചേർന്ന് ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവത്തിൻ്റെ കാരുണ്യം ഏറ്റു പറയാനും ദൈവം നടത്തിയ വഴികളെയോ സ്തോത്രം പറയാനും ദൈവമേ നിനക്ക് മാത്രമാണ് മഹത്വം എന്ന് പറയാനുള്ള അവസരം ഇത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ ധ്യാന ഹോളിൽ പാടുന്ന മനോഹര പാട്ട് ഞാൻ ഓർക്കും. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, നിനക്കാണ് കർത്താവേ മഹത്വം. വെറും മൺപാത്രങ്ങളാണ് ഞങ്ങൾ, വീണാൽ ഉടയുന്ന മൺപാത്രങ്ങളാണ് ഞങ്ങൾ. നീയാണ് ഞങ്ങളെ പൊട്ടാ സൂക്ഷിച്ചത് ഈ കാലഘട്ടം അത്രയും. അതുകൊണ്ട് ദൈവമേ നന്ദി, നിനക്കാണ് മഹത്വം എന്ന് ഏറ്റുപറയുന്നു. അതായത് ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തിൻ്റെ വഴിത്താരകളിൽ ദൈവം നമ്മളെ നടത്തിയ വഴികളെ ഓർത്ത് ദൈവത്തോട് നന്ദിയും സ്തുതിയും പറയണം. പ്രിയപ്പെട്ടവരെ, ഏതൊരു പ്രസ്ഥാനവും വ്യക്തികളും ഒക്കെ ഈ ഒരു ചിന്ത സൂക്ഷിക്കാനും കൂടെ ഞാൻ ആവശ്യപ്പെടുക. കഴിഞ്ഞ ദിവസം വാർഷികം ആഘോഷിച്ചപ്പോൾ
മദർ ഹോമിൻ്റെ അടിസ്ഥാനപരമായ വചനം തിരഞ്ഞെടുത്തത് ഇതായിരുന്നു: അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി, അവിടുത്തെ വലതുകരം എന്നെ താങ്ങി നിർത്തി. ഈ പരിപാലനയോർത്തും ഈ ഇടപെടലിനെ ഓർത്തും കർത്താവിൻ്റെ നന്മകളെ നന്ദിയോടെ മഹത്വപ്പെടുത്തും. തുടർന്ന് വരുന്ന വചനത്തിൽ പറയുന്ന ഒരു വാക്കുകൂടുണ്ട്: എൻ്റെ കാലുകൾ വഴുതാൻ അവിടുന്ന് അനുവദിച്ചില്ല, എൻ്റെ പാതകളെ അവിടുന്ന് വിശാലമാക്കി. അതായത് തെന്നി വീഴാൻ നിമിഷങ്ങളുണ്ടായിരുന്നു, പക്ഷെ വഴുതാൻ സമ്മതിച്ചില്ല. കാലുകൾ വഴുതാൻ സമ്മതിച്ചില്ല. അവിടുന്ന് വഴികളെ വിശാലമാക്കി. ഇടുങ്ങിയ വഴി കൂടെയൊക്കെ പോകുമ്പോൾ, സൈക്കിളിലൊക്കെ പോകുമ്പോൾ ചിലപ്പം വീണ് പോയേക്കാം, പാളിപ്പോയേക്കാം. നല്ല ഹൈവേയിലൊക്കെ പോകുമ്പം സൈഡിലേക്ക് വീഴൊന്നും പേടിക്കണ്ടല്ലോ. നമുക്ക് വേണ്ടി വിശാലമായി വഴിയൊരുക്കും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കണം. അതായത് ഈ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലും ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിച്ചാൽ നമ്മൾ എന്നും ദൈവത്തോട് നന്ദിയോടെ, ദൈവത്തിൻ്റെ കൃതജ്ഞതയോടെയാണ് ചിലവഴിക്കേണ്ടത്. അവിടുത്തെ വാത്സല്യത്തിനും സ്നേഹത്തിനുമൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ മദർ ഹോമിലെ എല്ലാവർക്കും വേണ്ടിയും ദൈവത്തോട് നന്ദി പറയും. കർത്താവെ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അങ്ങ് ഞങ്ങളെ നയിച്ച വഴികളെ ഓർത്ത്, ഇത്രയൊക്കെ ഉയർച്ച തന്നതിനെ ഓർത്ത്, ഇത്രയും ശുശ്രൂഷകൾ തന്നതിനെ ഓർത്ത്, ഇങ്ങനെയൊക്കെ നിങ്ങളോട് സംവേദിക്കാൻ സാധിക്കുന്നതിനെ ഓർത്ത്, ഈ സുവിശേഷ പ്രഘോഷത്തെ ഓർത്തെല്ലാം ദൈവമേ നന്ദി എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഈ നിമിഷം അങ്ങയുടെ വലിയ ഇടപെടലിനോട് നന്ദി പറയുന്നു. അങ്ങ് നടത്തിയ വഴികളെയോട് നന്ദി പറയുന്നു. നല്ല ദൈവമേ, ഞങ്ങളിന്ന് അനുഭവിക്കുന്ന എല്ലാം നിൻ്റെ ദാനമാണ് ദൈവമേ, നന്ദി. കർത്താവ്, ഞങ്ങളുടെ വാത്സല്യം വലിയതാക്കിയതാണ് ഞങ്ങളൊക്കെ. അങ്ങേ വലതുകരം താങ്ങി നിർത്തിയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നത്. അങ്ങ് ഞങ്ങളുടെ വഴികൾ വിശാലമാക്കി, ഞങ്ങൾ വഴുതിപ്പോകാൻ സമ്മതിച്ചില്ല. അപകടങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ കാത്തുസൂക്ഷിച്ച കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ മറിയത്തോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചോളണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. കാരുണ്യനാഥ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ അൾത്താരയിൽ അങ്ങ് ഇവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്തുതികളിൽ വസിക്കുന്ന കർത്താവെ, നിന്റെ തിരുനാമത്തിന് മുമ്പിൽ എല്ലാ ശക്തികളും മുട്ടുമടങ്ങുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് എൻ്റെ ജീവിതത്തെ അസ്വസ്ഥമാക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും, രോഗങ്ങളെയും, ആകുലതകളെയും നിൻ്റെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. എന്നെ ഭാരപ്പെടുത്തുന്ന എല്ലാ ദുഃഖങ്ങളും നൊമ്പരങ്ങളും ഇപ്പോൾ സമർപ്പിക്കുന്നു. ഈ വചനം കേൾക്കുന്ന, ഇവിടെ പ്രാർത്ഥിക്കുന്ന മുഴുവൻ ആളുകളുടെ മേലും അങ്ങ് ഭരണകർത്താവായിരിക്കണമേ. എല്ലാ തിന്മകളെയും അങ്ങ് ശാസിക്കണമേ. എല്ലാ തകർച്ചകളെയും അങ്ങ് ബന്ധിക്കണമേ. എല്ലാ അസ്വസ്ഥതകളെയും അങ്ങ് നീക്കണമേ. അങ്ങയുടെ വലിയ കാരുണ്യവും അങ്ങയുടെ വലിയ ശക്തിയും ഇപ്പോൾ ജനത്തിൻ്റെ മേൽ അങ്ങ് സംലഭ്യമാക്കണമേ. അങ്ങേ തൊട്ടവരും അങ്ങ് തൊട്ടവരും സുഖം പ്രാപിച്ചുവല്ലോ. ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തിയാൽ എല്ലാവരെയും സ്പർശിക്കണമേ. ഇപ്പോൾ തന്നെ വേദനകളും രോഗങ്ങളും തകർച്ചകളും നൊമ്പരങ്ങളും മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതികളിൽ വസിക്കുന്ന കർത്താവേ, സ്തുതിയുടെ ആരംഭങ്ങളിൽ ഇറങ്ങി വരുന്ന കർത്താവേ, ഇപ്പോൾ ഈ നിമിഷ ദൈവശക്തി പ്രകടമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ആത്മാവിൻ്റെ പുതിയ അഭിഷേകത്താൽ എല്ലാ രോഗങ്ങളും തകർച്ചകളും എല്ലാ വിഷമങ്ങളും മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൂർണ്ണ
മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ